إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 49-50 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വിഷയം എന്താണ്? ഈ റബ്ബ് എന്നുള്ള പദം മൂസ നബി അലൈഹിസ്സലാം ഉപയോഗിച്ചപ്പോൾ ഫിറഔൻ അത് തീരെ രസിച്ചില്ല. അവൻ തിരിച്ചു പ്രതിവചിക്കുകയാണ്, ഞാൻ തന്നെയാണ് ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് നടക്കുകയാണല്ലോ അവൻ. അപ്പോൾ അവൻ പറയുകയാണ്, അവൻ ഫിറഔൻ പറഞ്ഞു, അവൻ റബ്ബുകുമാ യാ മൂസ, ആരാണ് ഹേ മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റബ്ബ് ആരാണ്? ആ റബ്ബ് എനിക്കൊന്ന് വിശദീകരിച്ചു തരണം. ആരാണ്? ഞാനല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ എന്നാണ് അവന്റെ ആ ഉന്നം. ശേഷം അല്ലാഹു പറയുന്നു, അപ്പോൾ മൂസ നബി അതിന് കൃത്യമായ ഉത്തരം നൽകുകയാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, റബ്ബുനല്ലദീ ഞങ്ങളുടെ റബ്ബ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? അഅതാ കുല്ല ശൈഇൻ എല്ലാ വസ്തുക്കൾക്കും നൽകിയവനാണ്. ഖൽഖഹു അതിന്റെ പ്രകൃതി രൂപം അല്ലെങ്കിൽ സൃഷ്ടി രൂപം നൽകിയവനാണ്. ഓരോ വസ്തുക്കൾക്കും അതിന്റെ ഒരു സൃഷ്ടിപ്പ് പ്രത്യേകമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സൃഷ്ടി രൂപം നൽകിയവനാണ് ഈ പറയുന്ന റബ്ബ്. അതുപോലെ ശേഷം എന്താണ് ആ റബ്ബിന്റെ പ്രത്യേകത? പിന്നെ അതിന് മാർഗദർശനം നൽകുന്നു. ഓരോ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും, വൃക്ഷങ്ങളായാലും മത്സ്യങ്ങളായാലും മനുഷ്യരായാലും ജിന്നുകളായാലും എല്ലാ തരം സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മാർഗദർശനം നൽകുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഇരപിടിക്കണം, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സസ്യത്തിന്റെ കാര്യം തന്നെ നോക്കൂ, അത് കൃത്യമായി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തുകൊണ്ട് ഓക്സിജൻ പുറന്തള്ളുന്നു. അങ്ങനെ അത് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇലയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഓരോന്നിനുള്ള ഈ നിർദ്ദേശങ്ങൾ നൽകിയവൻ അത് അള്ളാഹുവാണ്. കൂടുതൽ നമ്മൾ പ്രകൃതിയെ പറ്റി പഠിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിവുള്ളവനായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലാതെ സത്യനിഷേധിയാകുകയല്ല ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നാം പഠിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഓരോരോ വസ്തുക്കളെ കുറിച്ചും എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സൃഷ്ടിരൂപം നൽകുകയും അങ്ങനെ പ്രത്യേകമായ സൃഷ്ടിരൂപം നൽകുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനാകുന്നു റബ്ബ് എന്ന് കൃത്യമായ ഒരു മറുപടിയാണ് മൂസ നബി അലൈഹിസ്സലാം ഈ ഫിർഔൻ നൽകുന്നത്. കാരണം ഒരിക്കലും ഫിർഔൻ ഇത്തരത്തിൽ ഒരു ചെറിയ നിസ്സാരമായ കൊതുകിനോ ഈച്ചക്ക് പോലും ഒരു സൃഷ്ടിരൂപം നൽകുവാനോ അതിന് മാർഗദർശനം നൽകുവാനോ കഴിയില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു വായടപ്പൻ മറുപടിയാണ് മൂസ നബി അലൈഹിസ്സലാം ഈ ഫിർഔന് നൽകുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.